Dear students, നമ്മളിന്ന് ഗോസസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷനാണ് പഠിക്കാൻ പോകുന്നത്. ഗോസസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻ 3 ഉണ്ട്. അത് വളരെ സിമ്പിളാണ്, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ എക്സാമിന് ഈ ചാപ്റ്ററിൽ ചോദിക്കാൻ കഴിയുന്ന ഒരു ടോപ്പിക്കാണ് ഗോസസ് തിയറം ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. നമുക്ക് നേരെ വീട്ടിലോട്ട്. ഇൻഫിനിറ്റ് ലോങ് സ്ട്രേറ്റ് കണ്ടക്ടർ സ്ട്രെയിൻ, അതിൽ യൂണിഫോംലി ചാർജസ് സ്പ്രെഡ് ചെയ്യും. പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് നമുക്ക് എന്ത് ചെയ്യാം, സ്പ്രെഡ് ചെയ്യാം. ഇപ്പോൾ ഒരു കണ്ടക്ടർ എടുക്കുമ്പോൾ ആ കണ്ടക്ടറിൽ യൂണിഫോംലി ചാർജ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഇനി ആ കണ്ടക്ടറിൽ ഇങ്ങനെ ചാർജ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിന് ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ്. അപ്പോൾ അതിൽ നിന്ന് ഹാഫ് ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്ന ഈ പി എന്ന് പറയുന്ന പോയിന്റ് ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. വെറുതെ കണ്ടുപിടിച്ചാൽ പോലെ എന്തിൻ്റെ ആപ്ലിക്കേഷൻ, കാരണം ആ ഗോസസ് തിയറിൻ്റെ ആപ്ലിക്കേഷൻ, ഗോസസ് തിയറത്തിൻ്റെ ബേസ് വെച്ചിട്ട് വേണം നമുക്കത് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഗോസസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഗോസസ് തിയറത്തിൻ്റെ ഇക്വേഷൻ അറിയാം. അത് ഞാൻ സൈഡിൽ എഴുതാം. ഏതാണ്? സർഫസ് ഇൻ്റഗ്രൽ E dot ds is equal to 1/epsilon 0 into sigma q എന്നുള്ളതാണ് ഗോസസ് തിയറത്തിൻ്റെ ഇക്വേഷൻ. ഒരു സർഫസ് ഇൻ്റഗ്രൽ എടുത്താൽ മാത്രമേ ഗോസസ് തിയറം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. അതായത് ഗോസസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഏത് പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡാണോ കണ്ടുപിടിക്കാനുള്ളത് ആ പോയിന്റ് ഉൾപ്പെടുന്ന ചാർജസ് എൻക്ലോസ് ചെയ്യുന്ന ഒരു ക്ലോസ്ഡ് സർഫസ് കൺസിഡർ ചെയ്യണം. അതായത് ഒരു ചാർജ് മാത്രമേ ഉണ്ടായിരുന്നുവെങ്കിൽ നോക്കും, ഞാൻ മാറി വരയ്ക്കാം. ഒരു ചാർജ് മാത്രമേ ഉള്ളൂ. എനിക്ക് നമുക്ക് എന്തായാലും ഒന്നിൽ കൂടുതൽ ചാർജസ് ഉണ്ട്. നമുക്കവിടെ എന്ത് ചെയ്യാമായിരുന്നു? നമുക്കൊരു സ്പിയർ കൺസിഡർ ചെയ്യാമായിരുന്നു. ഓക്കെ, ഏതെങ്കിലും പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ്, ഈ പൊസിഷൻ ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കാനുള്ളത്, ആ പോയിന്റ് ഉൾപ്പെടുന്ന ഒരു സ്പിയർ കൺസിഡർ ചെയ്യാം. അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ ചാർജസ് അതിനകത്തായിട്ടുണ്ട്, ശരിയല്ലേ? പക്ഷേ ഇത് ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രേറ്റ് കണ്ടക്ടറാണ്. അതായത് നോക്കുമ്പോൾ ഇത് വളരെ ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടർ. അപ്പോൾ അങ്ങനെയുള്ള കണ്ടക്ടറിന് ഒരു സ്പിയർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉറപ്പായിട്ടും അതിനകത്തൊന്നും ഡെവലപ്പ് ചെയ്തില്ല, ഈ ചാർജസ് ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മളൊരു സിലിണ്ട്രിക്കൽ ഷേപ്പാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അത് ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട പോയിന്റ് പി ആണ്. പി എന്ന് പറയുന്ന പോയിന്റ് എവിടെയുണ്ട്? ആ പോയിന്റ് ആ സർഫസിലാണ്, ആ ഇമാജിനറി സിലിണ്ടറിൻ്റെ സർഫസിലാണ് ആ പോയിന്റ് പി. അതുമാത്രമല്ല, ഇപ്പോൾ ആ ചാർജസ് ആ ഇമാജിനറി ആയിട്ടുള്ള ഷെല്ലിനകത്ത് എന്തായിട്ടുണ്ട്? ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്, അല്ലേ? അതെ. നമ്മളിനി ഗോസസ് തിയറം ചെയ്യുന്നത്. ഇതൊരു ഒറ്റ സർഫസ് അല്ല. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കി, ഇത് ഒരുമിച്ചിരിക്കുന്ന ഒരു സർഫസ് അല്ല. ഒരു ട്യൂബാണ് എങ്കിൽ 6 സർഫസ് ഉണ്ടാകും. നമുക്ക് നോക്കിക്കേ, ഇത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് 3 സർഫസ് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഒരു സർഫസ്, ഇത്രയും ഒരു സർഫസാണ്. അതിൻ്റെ മുകൾ ഭാഗം അതേ ഭാഗം തന്നെയാണ്. അപ്പോൾ ഞാൻ അവരുടെ വിവരങ്ങൾ നോക്കി. നമ്മൾ മുകളിൽ ചെറിയൊരു സർഫസ് ഇടുമ്പോൾ അതിൻ്റെ നോർമൽ ഇങ്ങനെയാണ്. ദിസ് ഈസ് നോർമൽ. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ പാസിംഗ് ലൈക്ക് ദിസ്. ഇവിടെ ആംഗിൾ, ആരൊക്കെ തമ്മിലുള്ള ആംഗിൾ? ഇലക്ട്രിക് ഫീൽഡ്, അതെ, നോർമൽ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. ഇവിടെ ആണെങ്കിലും അതേ കേസ് തന്നെയാണ്. ഇവിടെ ഒരു സർഫസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇമാജിനറി ആയിട്ടുള്ള ചെറിയൊരു സർഫസ് ds എടുത്തു കഴിഞ്ഞാൽ എൻ്റെ നോർമൽ നേരെ താഴോട്ടാണ്. നോർമൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എപ്പോഴും നോർമലായിരിക്കും. സോ ദിസ് ഈസ് ഇലക്ട്രിക് ഫീൽഡ്. അവർ നമ്മൾ ആംഗിൾ അവിടെ എത്രയാണ്? തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. മനസ്സിലായോ? ഇനി നമ്മൾ ഇവിടെ എവിടെയെങ്കിലും, അതായത് ഈ സിലിണ്ടറിക്കൽ സർഫസിനുള്ളിൽ എവിടെയെങ്കിലും നമ്മളൊരു
പറയാം. ഡി എസ് എടുത്ത് കഴിഞ്ഞാൽ ഡി എസ് എടുത്തു, അത് ദിസ് ഈസ് ദ നോർമൽ. പക്ഷേ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോകുന്നത് ഇതേ ഡയറക്ഷൻ തന്നെയാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് തീറ്റ ഇസ് ഈക്വൽ ടു 0 ആണ്. അവിടുത്തെ തീറ്റ എന്ന് പറയുന്നത് 0 ആണ്. അത് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ നമ്മളിവിടെ ഗോസസ് തിയറി അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഈ 3 സർഫസുകളിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം മുകളിലത്തെ ഒരു സെപ്പറേറ്റ് സർഫസാണ്, താഴത്തെ ലിഡ് ഒരു സെപ്പറേറ്റ് സർഫസാണ്, ചുറ്റുമുള്ളൊരു സെപ്പറേറ്റ് സർഫസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോകാം. Consider a thin uniform equivalently long thin straight where if uniform linear charge density lambda. അപ്പോൾ ലാംഡ എന്ന് പറയുന്നത് യൂണിഫോം ചാർജ് ഡെൻസിറ്റിയാണ്. എന്താണ്? ടു കാൽക്കുലേറ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി, ഇമാജിൻ എ സിലിണ്ടറിക്കൽ ഗോസിയൻ സർഫസ് ഷോൺ ഇൻ ദ ഫിഗർ. ഇതാണ് സിലിണ്ടറിക് ആയിട്ടുള്ള ഗോസിയൻ സർഫസ് എന്ന് കൺസിഡർ ചെയ്ത ഗോസിയൻ സർഫസ് ആണ് ഈ കാണുന്നത്. Since the field is radial everywhere, radial means going outwards. Everywhere radial ആയതുകൊണ്ട് എന്താണ് വാക്ക് പറയുന്നത്? 2 ends of the Gaussian surface flux 0. അതായത് മുകളിലത്തെ ലിഡിലും താഴെയുള്ള ഫ്ലക്സ് 0. എങ്ങനെയാണ് ആ ഫ്ലക്സ് 0 ആയത്? ഫ്ലക്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡി എസ്. ശരി, ഡോട്ട് എന്ന് പറയുന്നത് കോസ് തീറ്റയാണ്. മുകളിലത്തെ ലിഡിലും താഴത്തെ ലിഡിലും തീറ്റ എന്ന് പറയുന്നത് 90 ആണ്. കോസ് 90 ഈസ് ഈക്വൽ ടു എത്രയാണ്? 0. അപ്പോൾ ഇവിടെ ഈ ഭാഗത്തൊന്നുമില്ല, ഫ്ലക്സ് ഇല്ല. നമ്മൾ ഗോസസ് തിയറി അറിയാം. അപ്പോൾ ഗോസസ് തിയറി എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? സർഫസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു 1/ε0 സിഗ്മ ക്യൂ എന്നാണ് ആ ഇക്വേഷൻ വരുന്നത്. പക്ഷെ നമുക്കിവിടെ 3 സർഫസ്. അപ്പോൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലും താഴെയും ഫ്ലക്സ് 0 ആണ്. എന്നാൽ മുകളിലത്തെയും ചുറ്റുമുള്ള സർഫസും താഴെയുള്ള സർഫസ് സെപ്പറേറ്റ് വേണമെങ്കിൽ നമുക്ക് എഴുതാം, മനസ്സിലാകാൻ. അപ്പോൾ സർഫസ് ഇൻ്റഗ്രൽ 1 മുകളിലത്തെ ഇ ഡോട്ട് ഡി എസ് പ്ലസ് സർഫസ് ഇൻ്റഗ്രൽ രണ്ടാമത് ചുറ്റുമുള്ള സർഫസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് പ്ലസ് താഴെയുള്ള മൂന്നാമത് സർഫസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു എന്താണ്? 1/ε0 ഇൻറ്റു സിഗ്മ. അപ്പോൾ ശരിക്കും ഇക്വേഷൻ തന്നെയാണ്, പക്ഷേ 3 സർഫസ് ഉള്ളതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം? നമ്മളതിനെ ഇൻ്റഗ്രേറ്റ്. നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? അതിനകത്ത് ഡോട്ടുകളെല്ലാം മാറ്റാം. അപ്പോൾ എല്ലാം മാറ്റാം. സർഫസ് ഇൻ്റഗ്രൽ നമ്മൾ വിശദമായിട്ട് പറയുന്നതുകൊണ്ട് ഇത്രയും വിശദമായിട്ട് എക്സാം എഴുതണമെന്നില്ല. സർഫസ് ഇൻ്റഗ്രൽ ഇ ഡി എസ് കോസ് അവിടുത്തെ 90 ആണ്, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, പ്ലസ് സർഫസ് ഇൻ്റഗ്രൽ 2 രണ്ടാമത്തത് ഇ ഡി എസ് കോസ് 0 ആണ് രണ്ടാമത്തെ കേസ്, പ്ലസ് സർഫസ് ഇൻ്റഗ്രൽ ഇ ഡി എസ് കോസ് 90 ഈസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു സിഗ്മ ക്യൂ എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. നമുക്കറിയാം കോസ് 90 എന്ന് പറയുന്നത് ഈ കോസ് 90 എന്ന് പറയുന്നത് വാനിഷ് 0. ബാക്കിയുള്ളത് സർഫസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് അല്ല ഇ ഇൻറ്റു ഇ ഡി എസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു സിഗ്മ ക്യൂ എന്നാണ് ഇക്വേഷൻ വരുന്നത്. ഓക്കെ, ഇതിന് മുകളിലോട്ട് ഇതിൽ ഇലക്ട്രിക് ഫീൽഡ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലാണെങ്കിൽ സ്ഫെറിക്കൽ നമ്മൾ വർക്ക് ചെയ്യും. അപ്പോൾ എല്ലാ സ്ഥലത്തും ഉണ്ട് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന നമ്മൾ ടോപ്പ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇത് കണ്ടക്റ്റാണ്. ഈ എല്ലാ സ്ഥലത്തും ഉള്ള ഡിസ്റ്റൻസ് കാരണം കറക്റ്റ് നടുക്കാണിരിക്കുന്ന ചാർജസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും ഇലക്ട്രിക് ഫീൽഡ് അത് തന്നെയായിരിക്കും, സെയിം തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ പുറത്തോട്ട് കൊടുക്കുന്നു. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു സർഫസ് ഇൻ്റഗ്രൽ ഡി എസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു സിഗ്മ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നുണ്ടാവും ഈ സർഫസ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഈ ചുറ്റുമുള്ള, അതായത് ഈ ഭാഗമാണ്.
ഈ ചുറ്റുമുള്ള ഈ ഭാഗം അതിൻ്റെ സർഫസ് ഏരിയ നിങ്ങൾ 6ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. 2πr അതിൻ്റെ ലെങ്ത് എല്ലാണെങ്കിൽ അതാണ് 2πr. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഈ സർഫസ് ഇൻ്റഗ്രൽ എന്തെഴുതാം? 2πr L is equal to 1/ε0 സിഗ്മ. അപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്? നമ്മുടെ ഹെഡിങ് എന്താ? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു ഇൻഫിനിറ്റി ലോങ് സ്ട്രേറ്റ് കണ്ടക്ടർ. അപ്പോൾ ഇ ആണ്. അപ്പോൾ ഇ ഈസ് ഈക്വൽ ടു എന്താണ്? നമുക്ക് 2πr മൊത്തമായിട്ട് ഇക്വേഷൻ കൊണ്ടുവരാൻ. അപ്പോൾ 1/2πr L ഇൻറ്റു സിഗ്മ. അപ്പോൾ പിന്നെ കൂടെ 1/ε0 ഉണ്ട്. അപ്പോൾ ഞാൻ ε0 വരെ ഞാൻ ഈ ഇക്വേഷനെ ഒരു 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുകയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഒരു പ്രശ്നമില്ല. എന്തിനാ അങ്ങനെ ചെയ്തപ്പോൾ മനസ്സിലാവും. അതായത് ഈസ് ഈക്വൽ ടു 1/2πε0. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ചു. ഈ 2 കൂടെ മൾട്ടിപ്പിൾ ചെയ്ത് 4 ആകും. 1/4πε0. അപ്പോൾ അതിന് പർട്ടിക്കുലർ വാല്യൂ ഉണ്ട്. പ്രോബ്ലം ചെയ്യുന്ന എളുപ്പത്തിന് വേണ്ടിയാണ്. ഇൻറ്റു 2 ടോട്ടൽ ചാർജ് ഡിവൈഡ് ബൈ ടോട്ടൽ ലെങ്ത്. നമ്മൾ നേരത്തെ പഠിച്ചു. എന്ത് പഠിച്ചു? ടോട്ടൽ ചാർജ് ഡിവൈഡ് ബൈ ടോട്ടൽ ലെങ്ത് ഇസ് ഈക്വൽ ടു ലീനിയർ ചാർജ് ഡെൻസിറ്റി ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പോൾ നമുക്ക് അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് അവർ ഫൈനൽ ഇക്വേഷൻ. ഇ ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു 1/4πε0 ഇൻറ്റു 2. ബാക്കി ഇത്രയും വാല്യൂ ലാംഡ ഡിവൈഡ് ബൈ ഡിലക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. നമുക്കറിയാം ഇങ്ങോട്ട് മാത്രം ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഇങ്ങോട്ട് മാത്രം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് എന്നുള്ളത്. അത് മനസ്സിലായി. അപ്പോൾ ഇത് ഗോസസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്.